ഹായ് പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും ഷീജാസ് ബ്ലോഗിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കർക്കിടക കഞ്ഞി അഥവാ ഔഷധക്കഞ്ഞി ആണ്. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞവരയരി 1 പിടി, നുറുക്കരി 1 പിടി, സൂചി ഗോതമ്പ് 3 സ്പൂൺ, ഉലുവ 4 സ്പൂൺ, ആശാളി 2 സ്പൂൺ, പയർ 3 സ്പൂൺ. അതുപോലെ തന്നെ ഇത്രയും ഐറ്റംസ് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് ഒരു 2 മണിക്കൂറോളം ഇങ്ങനെ വെള്ളത്തിലിട്ടേക്കണം. നന്നായി കഴുകിയതിന് ശേഷം വേണം വെള്ളത്തിൽ നമ്മൾ ഇട്ട് വെച്ചേക്കണം. അതിന് ശേഷം ആ വെള്ളത്തിൽ വേണം നമ്മളിത് നന്നായിട്ട് വേവിച്ചെടുക്കാൻ. അതുപോലെ തന്നെ കുക്കർ നമ്മൾ അടച്ചിട്ടല്ല ഇത് കുക്ക് ചെയ്യുന്നത്. ഇത് കുക്കർ തുറന്ന് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വേറെ ഒരു അടപ്പ് വെച്ച് അടച്ചിട്ടാണ് അതിലിടാനുള്ള പച്ചമരുന്നുകളാണിത്. ഇവിടെ കുറച്ചൊക്കെ കിട്ടുകയുള്ളൂ, നാട്ടിലെ കൂട്ട് എല്ലാം ഒന്നും ഇവിടെ കിട്ടുകയില്ല. ഉള്ളതൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് പനിക്കുറുക്കയിലയുണ്ട്, അതുപോലെ തഴുതാമയുണ്ട്, ബ്രഹ്മിയുണ്ട്, തുളസി ഇലയുണ്ട്. ഇത്രയുമേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. കുറുന്തോട്ടിയൊക്കെ വേണ്ടതാണ്, അതൊക്കെ നാട്ടിലേ കിട്ടുള്ളൂ, നമുക്ക് ഇവിടെ കിട്ടാനില്ല. ഇത്രയൊക്കെ ഐറ്റംസൊക്കെ ഇവിടെ കിട്ടി. പിന്നെ അതുപോലെ കുടവൻ അതൊക്കെ വേണമായിരുന്നു, പക്ഷെ അതൊന്നും ഇല്ല. കുറുന്തോട്ടി ആയിരുന്നു മെയിനായിട്ട് വേണ്ടത്, കുറുന്തോട്ടി കിട്ടിയില്ല. ഇനി വേണ്ടത് വെളുത്തുള്ളി 2 ഗ്രാമ്പു, കുരുമുളക് 1/2 സ്പൂൺ, ചുക്ക്, ചുവന്നുള്ളി 2 എണ്ണം, അയമോദകം ഒരു 3 നുള്ള്, ജീരകം 1/4 സ്പൂൺ. ഇതിപ്പോൾ 2 മണിക്കൂർ കുതിർന്നതിന് ശേഷം നമുക്കിത് സ്റ്റൗ ഓണാക്കാം. അതിനകത്ത് ഇട്ടിരിക്കുന്നത് ഞവരയരിയും പിന്നെ നുറുക്കരി എന്ന് വെച്ചാൽ നമ്മൾ പായസത്തിന് ഉപയോഗിക്കുന്ന അരി, പൊടിയരി ഉണ്ടല്ലോ അത്, പിന്നെ സൂചി ഗോതമ്പ് 3 സ്പൂണ്, ഉലുവ, ആശാളി, പയർ. ഇത്രയും ഐറ്റംസാണ് ഇതിനകത്ത് ഇട്ടിട്ട് ഉള്ളത്, കുതിർന്നത്. ഞാൻ സ്റ്റൗ ഒന്ന് ഓണാക്കട്ടെ. ഇന്നെന്തോ സ്റ്റൗ കത്താൻ എന്തോ ഒരു ബുദ്ധിമുട്ട്. നോക്കട്ടെ. അയ്യോ, അത് ഫ്ലെയിം അത് സ്റ്റൗ ഞാൻ ബർണറൊന്ന് ഓണാക്കി വെച്ചായിരുന്നു, അത് അത്രയും തീയായിട്ട് വന്നത്. കുഴപ്പമില്ല, നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇങ്ങനെ തുറന്ന് വെച്ച് ഇളക്കി വേണം ഇത് നന്നായിട്ട് തിളയ്ക്കുന്നതിന് വരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ തിളച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി നമ്മൾ അത് വേവുന്നിടം വരെ ഇളക്കി കൊടുക്കണം. വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുകയും ചെയ്യണം. ഇപ്പോൾ ഒരു പരുവായിട്ടുണ്ട്, എന്നാലും വെന്തിട്ടില്ല, മുക്കാൽ വേവൊന്നും ആയില്ല, പകുതിയൊക്കെ ആയിട്ടുള്ളൂ. നന്നായിട്ട് വേകട്ടെ. കർക്കിടക മാസത്തിൽ നമ്മളിങ്ങനെ ഔഷധക്കഞ്ഞി സേവിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇതൊരു 7 ദിവസം തുടർച്ചയായിട്ട് നമ്മൾ കഴിക്കണം. രാവിലെ പ്രഭാതത്തിൽ കഴിക്കുന്നതാണ് നല്ലത്. പക്ഷേ എല്ലാവർക്കും ഡ്യൂട്ടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ധൃതി ഉള്ള ജീവിതമല്ലേ ഇപ്പോൾ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ രാത്രി കഴിച്ചാലും മതി. അതുപോലെ ഉച്ച സമയത്ത് കഴിക്കരുത്, രാത്രിയിൽ കഴിക്കാൻ നോൺ വെജ് ഒന്നും കഴിക്കരുത് ഈ 7 ദിവസം. അങ്ങനെയൊക്കെയുണ്ട്. നമ്മുടെ ശരീരത്തിന് ബലം കിട്ടാനും അതുപോലെ നമ്മുടെ വയറ് സംബന്ധമായിട്ട് ഇപ്പോൾ ഈ കർക്കിടക മാസമായി കഴിഞ്ഞാൽ നമുക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ വാതം, പിത്തം ഇതൊക്കെ ഒന്ന് ശമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഔഷധക്കഞ്ഞി. നമ്മുടെ ശരീരത്തിന് നല്ല ഒരു ഗുണമാണ് ഈ ഔഷധക്കഞ്ഞി സേവിക്കുന്നതോടുകൂടി. 1 വർഷത്തേക്കുള്ള എല്ലാ നമുക്ക് ശരീരത്തിന് വേണ്ടുന്ന എല്ലാം നമ്മൾ ഇതിൽ നമ്മുടെ ശരീരത്തിന് കിട്ടും. കഞ്ഞി ഒരു പരുവം വെന്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചുക്ക്, വെളുത്തുള്ളി, ഉള്ളി, അയമോദക, ഏലയ്ക്ക, ജീരകം ഇത് ഇത്രയും ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ പച്ചമരുന്നുകൾ കൂടി. സാധാരണ എല്ലാവരും ഇത് ഒന്ന് ജ്യൂസാക്കിയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനത് അങ്ങനെ തന്നെ ഇടുകയാണ്. ഇവിടെ എല്ലാവർക്കും അങ്ങനെ ജ്യൂസാക്കി ഒഴിച്ചു കഴിഞ്ഞാൽ കുടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ഗുണമെല്ലാം നമുക്ക് കഞ്ഞിയിൽ കിട്ടുകയും ചെയ്യും. നമുക്കത് ആ ഇല അങ്ങ് എടുത്ത് മാറ്റുകയും ചെയ്യാം. ആ ജ്യൂസ് അതങ്ങനെ കിടക്കുന്ന ഒരു നല്ലതാണ്. കൂട്ടുകാരെ, എൻ്റെ ചാനലിൽ എൻ്റെ ഫ്രണ്ട്സിനൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, ഷീജാസ് ബ്ലോഗ് എന്ന്, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.
കല്ലുപ്പല്ല ചേർക്കുന്നത്, ഇന്ദുപ്പ്. ഇത് ഇങ്ങനെ ഇനിയും ഉണ്ട് കുറേ സമയം. ഇനി ഇത് ഇത്രയും വെന്ത് കഴിഞ്ഞാൽ അതങ്ങ് അടുക്കി പിടിക്കും. അത് നമ്മൾ ശ്രദ്ധിച്ചോണം, അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കണം. സ്റ്റീലിൻ്റെ പാത്രം കൂടെ ആയതുകൊണ്ട് അടുക്കി പിടിക്കാൻ സാധ്യത കൂടുതൽ. നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഉരുളിയിൽ ഇത് ചെയ്തെടുക്കുന്നത്, അപ്പം വലിയ പ്രശ്നം വരുമില്ല. പക്ഷേ ഇത് എനിക്ക് സ്റ്റീലിൻ്റെ കുക്കറാണ്, ഞാൻ അതിൽ ആണിത് ചെയ്തെടുക്കുന്നത്. നന്നായി ഇളക്കി കൊടുക്കണം. പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുക്കറിനകത്തിട്ട് ചീറ്റിക്കുക അതങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളൊന്നും നമുക്ക് ശരിക്കും കിട്ടില്ല. മലയാളികളോട് ഔഷധക്കഞ്ഞിയെപ്പറ്റി കൂടുതലൊന്നും വിശദീകരിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ കർക്കിടക മാസമായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന രക്ഷയെല്ലാം നമ്മൾ ചെയ്യുന്ന സമയമാണ്. ആ ഒരു മാസമെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മാസമാണ്. എണ്ണ തേച്ച് കുളി, അതുപോലെ ഏതെങ്കിലും അല്ല, നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന നല്ല നല്ല തൈലങ്ങളും കുഴമ്പുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ വാങ്ങി ദേഹത്തിൽ അപ്ലൈ ചെയ്തിട്ട് ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കണം. എന്നിട്ട് കഞ്ഞിയൊക്കെ സേവിച്ച് അങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് അടച്ച് വെച്ച് ഈ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെക്കണം. അതിലേക്ക് അല്പം നെയ്യ് കൂടി ചേർത്താണ് നമ്മൾ കഴിക്കുന്നത്. ഇതിൻ്റെ കൂടെ അങ്ങനെ ആരോഗ്യപ്രദമായിട്ടുള്ള നമ്മുടെ ഔഷധക്കഞ്ഞി അഥവാ കർക്കിടക കഞ്ഞി റെഡിയായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ പപ്പടവും ചുട്ടെടുത്തതാണ്. പപ്പടം അല്ലാതെ എണ്ണയിൽ പൊരിച്ചെടുത്തതല്ല, ചുട്ട പപ്പടവും അതുപോലെ മുയൽ ചെവിയൻ തോരനുമാണ് വെച്ചേക്കുന്നത്. മുയൽ ചെവിയൻ തോരൻ വെക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ പിന്നീടൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ. പിന്നെ എല്ലാവരും ഇതുപോലെ ഒന്ന് ഔഷധക്കഞ്ഞി